ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റലറിന്റെ മേലുള്ള കുറ്റാരോപണം. തന്റെ ഈ സാഹചര്യത്തിന് ഇദ്ദേഹം മീഡിയയെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അതായത് മീഡിയ മനഃപൂർവ്വം താങ്കളെ കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന്? കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയകൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവർക്ക് മറ്റൊരു അവകാശവുമുണ്ട്. എന്റെ വേർഷനും അവർക്ക് നൽകണം. പിന്നെ പബ്ലിക് ഡിസൈഡ് ചെയ്യട്ടെ. എന്റെ വേർഷൻ ഇതുവരെ നൽകിയിട്ടില്ല. തെളിവുകളോട്, കോർട്ട് സ്റ്റേറ്റ്മെന്റോട്, എന്റെ സ്റ്റേറ്റ്മെന്റ്, കോർട്ട് പേപ്പർ കൊണ്ടുപോയി, CBI ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി അവരുടെ കയ്യിൽ നൽകി. അതിനുശേഷവും ഞാൻ പറയുന്നത് അവർ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ? എപ്പോ എന്റെ ന്യൂസ് കാണിച്ചാലും അതോടൊപ്പം 84-ൽ കത്തിയ വീടുകൾ, അതോടൊപ്പം മരിച്ച ജനങ്ങളെയും കാണിക്കും. ഏതൊരു മനുഷ്യനാണ് 25 വർഷങ്ങൾക്ക് ശേഷവും 25 വർഷങ്ങൾക്ക് മുൻപ് 3 വയസ്സുള്ള ചെറുക്കന് ഇപ്പൊ 28 വയസ്സാകും. 18 വർഷങ്ങൾക്ക് ശേഷം നോക്കൂ. ഇപ്പോൾ 84 കാണാത്ത 2 പുതിയ ജനറേഷൻ ജനിച്ചിട്ടുണ്ട്. എന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ജനറേഷന് മുൻപിൽ എന്നെ ഒരു ക്രിമിനലായി നിർത്തി. എന്റെ പേര് പോലും അവർ കേട്ട് കാണില്ല. ഇതെല്ലാം കണ്ടതിന് ശേഷം എന്റെ മകൾ തന്നെ എന്നോട് ചോദിച്ചു, എന്താ വെച്ചാ ഇതൊക്കെ സത്യമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത്രയും പേരെ കൊന്നു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ എന്റെ മകൾ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ അവളുടെ മക്കൾ എന്നോട് എങ്ങനെ ചോദിക്കാതിരിക്കും? പിന്നെ ദിവസവും കാണിക്കും 3-4 വില്ലൻസിനൊപ്പം. എത്ര അപമാനിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കള്ളം എന്നോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഞാൻ പറയാം, അത് എന്നോടൊപ്പം ഇങ്ങനെ കാണിച്ചാൽ നടന്നത് ഒരു മഹാവൃത്തികെട്ട കാര്യമാണ്. ഹ്യൂമാനിറ്റിയിൽ ഒരു കാലത്ത് ഹിറ്റ്ലർ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ഗുജറാത്തിൽ മോദി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം എന്നെയും അറ്റാച്ച് ചെയ്യുകയാണ്. സത്യത്തിൽ ആരാണോ ചെയ്തത് അവരെ അറ്റാച്ച് ചെയ്യൂ. ഇത് വളരെ വിചിത്രമാണ്. പക്ഷേ ഞാൻ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നു. രേഖയുണ്ടല്ലോ, വിധിയുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇതിനാണ് ജീവിതമെന്ന് പറയുക. വേറെ പലരും പറഞ്ഞിട്ടുണ്ട് ആ പ്രസ് കോൺഫറൻസിൽ ഒരു പത്രപ്രവർത്തകൻ ചിദംബരത്തിന് നേരെ ഷൂ എടുത്തെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടില്ലായിരുന്നു. തീർച്ചയാണ് നിങ്ങൾ പറഞ്ഞത് 100% സത്യമാണ്. തീർച്ചയായും CBI ഇത് എൻക്വയറി ചെയ്യണം. ആരാ വലിച്ചെറിഞ്ഞത്? ടെലിവിഷൻ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. മുൻപിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ ഷൂസിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. മറ്റുള്ള ടെലിവിഷൻസ്, അതായത് ഇലക്ട്രോണിക് ടെലിവിഷൻസ് വീഡിയോ എടുത്തില്ല. മറ്റുള്ളവരാരും ഷൂട്ട് ചെയ്തില്ല. ഒരാളാ എടുത്തത്. 15 മിനിറ്റ് കൊണ്ട് CD റെഡിയാക്കി എല്ലാവർക്കും നൽകി. ആരാ ഫോൺ ചെയ്തതെന്ന് അവരുടെ ഫോൺ പോയി നോക്കൂ. ആരാ ഫോൺ ചെയ്തത്? അവർക്ക് ആരാ കാശ് നൽകുന്നത്? അവരെ കൊണ്ട് ആരാ ചെയ്യിച്ചത്? പിന്നെ ചിദംബരത്തിന്റെ നേരെ ആരാ എറിഞ്ഞത്? അവരെറിഞ്ഞത് സൈഡിൽ നിന്നാണ്. ജോർജ് ബുഷിന്റെ നേരെ എറിഞ്ഞപ്പോൾ മുഖത്തിന് നേരെ വന്നു കൊണ്ടു. പ്രസിഡന്റ് ഓഫ് കൊറിയയുടെ മുഖത്ത് നേരെ വന്നു വീണു. ഇവരാണെങ്കിൽ സൈഡിലേക്കാണ് എടുത്തെറിഞ്ഞത്. ഷൂ എടുത്ത് സൈഡിൽ വെച്ചിരിക്കുന്നു. പിന്നെ മീഡിയക്കാരെല്ലാം വന്ന് ആ ഷൂ കവർ ചെയ്തു. ആ ക്യാമറ വഴിയാണ് ഷൂ അങ്ങോട്ട് പോകുന്നത്. വൈനോട്ട് അവിടെ 19 ഇലക്ട്രോണിക് ക്യാമറ ഓൺ ആയി നിന്നിരുന്നു. എന്തുകൊണ്ട് അതെല്ലാം ഫോട്ടോ എടുത്തല്ല ഇത് മാത്രമാണോ എടുത്തത്? അതെന്തോ 300, എനിക്കതിന്റെ പേരൊന്നും അറിയില്ല. എനിക്കതിന്റെ ഓണർ ആരാണെന്ന് അറിയണം. ഇതാരാ ചെയ്യിച്ചത്? ഇതിലൂടെ ആ ചതി പുറത്തു വരണം. കോൺഗ്രസ് പാർട്ടിക്കെതിരായി. അല്ല, താങ്കൾക്ക് ഇതൊരു ചതിയാണെന്ന്? തീർച്ചയായിട്ടും ചതിയെന്ന് ഞാൻ പറയൂ. ആദ്യമേ ഷൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് നോട്ട് ബീ. റിപ്പോർട്ടറാണ്, പക്ഷെ ഇവിടെയുള്ള ആളല്ല, വേറെ എവിടെയുള്ള ആളാണ്. നോട്ട് ഓൺ AICC. നിങ്ങൾക്കും അറിയാം, ജേർണലിസ്റ്റ് ഓരോ AICCക്കും ഡെലിഗേറ്റർ പവർ ഉണ്ട്. ചിലരെ AICCയിലേക്ക് പോകും. ഹി വാസ് നോട്ട് ഈവൻ ദേ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, മീഡിയയിൽ ഒരു വ്യക്തി പോലും, അതായത് ഒരു എഡിറ്ററും ഈ ആക്ടിന് അപ്രൂവൽ നൽകിയില്ല. ചെയ്തത് വലിയൊരു തെറ്റല്ലേ? ഒരാളുടെ നേരെ ഷൂ ഒക്കെ എടുത്തെറിയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, അതും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചതിയുള്ള കാര്യം ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആ ചതി ഞാൻ പുറത്തു കൊണ്ടുവരാതെ വിടില്ല. ഇതെന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് വീണ്ടും സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല. ഐ ഹാവ് ടു ലിവ് ഇൻ ഡൽഹി. എനിക്ക് ഒരു ഫാമിലി ഉണ്ട്. എന്റെ സ്കൂളിൽ ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയുള്ള ഇംപ്രഷൻ ആയിരിക്കും ലഭിച്ചിരിക്കുക? പൊതുവെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇലക്ഷനിൽ താങ്കൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ താങ്കളുടെ വൈഫിന് കൊടുക്കോ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കും, അങ്ങനെയുള്ള ഓഫർ ഒന്നും വന്നില്ലേ? ഞാൻ എന്റെ ഫാമിലിക്ക് തന്നെ നൽകിയാൽ പിന്നെ കോൺഗ്രസ് കാര്യാലയം എന്ത് ചെയ്യും? കോൺഗ്രസ് വർക്കേഴ്സ് എല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകുന്നവരാ. ആ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും.